അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ റഹ്മാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റഹ്മാനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ആയത്തുകളാണ് പിന്നീട് നമ്മൾ പഠിക്കുന്നത്. നമ്മളതിൽ രണ്ട് ക്ലാസ്സുകളിലായിട്ട് റഹ്മത്തിൻ്റെ ആദ്യത്തെ സവിശേഷതയായിട്ട് അറിവാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. നമ്മൾ ഓർമ്മയിലുണ്ടാവും അല്ലമൽ ഖുർആൻ, അല്ലമഹുൽ ബയാൻ എന്ന രണ്ട് പ്രയോഗങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിലെ വ്യവസ്ഥയാണ് റഹ്മത്തിൻ്റെ സവിശേഷതയായിട്ട് അള്ളാഹു പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സുജൂദ് അതേപോലെ തന്നെ ബാക്കി നിയമങ്ങളൊക്കെ പഠിച്ചിരുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് പോയിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. 10ാമത്തെ ആയത്ത് വൽ അർള വളഅഹ ലിൽ അനാം. അർള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി. വളഅഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു വസ്സമാ റഫഅഹ വവളഅൽ മീസാൻ എന്ന പ്രയോഗത്തിൽ പറഞ്ഞിരുന്നു. വളഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെക്കലാണ് വളഅ. അതേസമയം ഖുർആനിൽ വളഅ ഉപയോഗിച്ച സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അധികവും പ്രസവവുമായി ബന്ധപ്പെട്ട് പ്രസവിക്കുന്നതിനാണ് വളഅ എന്ന് പറയുക. എന്ന് വെച്ചാൽ അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഭാരം ഇറക്കി വെക്കുന്നതിന് വളഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹ്ശറയിൽ നമ്മുടെ റെക്കോർഡ്, നമ്മുടെ കിതാബ് അത് വെക്കുന്നതിന് സൂറ കഹ്ഫിൽ വളഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളഅ എന്ന് പറഞ്ഞാൽ ഭാരം എന്ന് വെച്ചാൽ ഫിസിക്കൽ വെയിറ്റ് മാത്രമല്ല, മൂല്യം, വാല്യൂ കൊണ്ട് ഭാരമുള്ള ഒരു സാധനത്തിനെ വളരെ പ്രയത്നത്തോടു കൂടി വളരെ പണിപെട്ട് ഒരു സ്ഥലത്ത് വെക്കുന്നതിനെയാണ് വളഅ എന്ന് പറയുക. അപ്പം വൽ അർള വളഅഹ, ഭൂമിയെ അവൻ വെച്ചിരിക്കുന്നു പറഞ്ഞത് വെറുതെ വെക്കല്ല. എന്ന് വെച്ചാൽ ഭൂമിയെ ശരിക്കും വിധാനിച്ചിരിക്കുന്നു, മനുഷ്യൻ്റെ ജീവിതത്തിന് സാധ്യമാകുന്ന രീതിയിൽ അതിനെ എല്ലാ പ്രയത്നത്തോടു കൂടി വെച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് വളഅ ഉപയോഗിച്ചിട്ടുള്ളത്. വൽ അർള വളഅഹ ലിൽ അനാം. അനാം എന്ന് പറയുന്നത് ഈ സൂറത്തിൽ മാത്രം ഉപയോഗിച്ച വാക്കാണ്. അനാം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതെല്ലാത്തിനെയും കുറിക്കുന്നതാണ് അനാം എന്ന് പറയുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യന്, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, ചെടികൾ, അതുപോലെ ജിന്ന്, ഇവരൊക്കെയാണ് ഭൂമിയിൽ നമുക്ക് അറിവിലുള്ള. അതല്ലാത്തതും അല്ലാത്ത ജീവിതങ്ങളും ചിലപ്പം ഭൂമിയിൽ സാധ്യമാകാം, വേറെ വിഷയമാണ്. അപ്പോൾ വൽ അർള വളഅഹ ലിൽ അനാം, ഭൂമിയെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ജീവികൾക്കായിട്ട് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരുക്കിയിരിക്കുന്നു. 11ാമത്തെ ആയത്തിൽ ഫീഹ, അതിലുണ്ട്, ഭൂമിയിലുണ്ട്, ഫാക്കിഹത്തുൻ, ഫാക്കിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങൾ, ഫ്രൂട്ട്സ്. വൻ നഹ്ല്, നഹ്ല് എന്ന് പറഞ്ഞാൽ ഈന്തപ്പനയാണ്, എന്ന് വെച്ചാൽ ഈത്തപ്പഴമാണ്. ദാത്തുൽ അക്മാം എന്നുള്ള പ്രയോഗമാണ്, വളരെ സുന്ദരമായ പ്രയോഗമാണ്. അക്മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കും എന്നതിൻ്റെ പ്ലൂറലാണ് അക്മാം. അക്മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൻ നഹ്ലു ദാത്തുൽ അക്മാം എന്ന് പറഞ്ഞാൽ ഈ ഈത്തപ്പഴം അതിൻ്റെ ശരിക്കുള്ള പഴുത്ത് വരുന്നതിന് മുമ്പേ അതിൻ്റെ മുകളിലൊരു കവറിങ് ഉണ്ടാവും, ചെറിയ ലെയർ ഓഫ് കവറിങ്, ഒരു ഷീത്ത് ഉണ്ടാവും, ലെയർ. അതിനാണ് അക്മാം എന്ന് പറയുക. അപ്പോൾ വൻ നഹ്ലല്ല എന്ന് വെച്ചാൽ ഈത്തപ്പഴത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഈത്തപ്പഴം അതിൻ്റെ ആ കവറോടുകൂടി, അതിൻ്റെ ആ ആവരണത്തോടു കൂടി, അതിന് ഉണ്ടായി വരുമ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആവരണത്തോടു കൂടിയുള്ള ഈത്തപ്പഴം എന്തുണ്ട്? ഭൂമിയിൽ ഉണ്ട്. 12ാമത്തെ ആയത്തിൽ വൽ ഹബ്ബു ദുൽ അസ്ഫ്, ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളാണ്, നമ്മൾ കഴിക്കുന്ന ധാന്യം. അതേസമയം വൽ ഹബ്ബു ദുൽ അസ്ഫ്, അസ്ഫ് എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്. അപ്പം നേരത്തെ ഈത്തപ്പഴത്തിനെ കവർ ചെയ്യുന്ന ആ ലെയർ പറഞ്ഞ പോലെ ധാന്യത്തിനെ കവർ ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, വളരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എന്ത്? വൈക്കോല്. അപ്പോൾ വൽ ഹബ്ബു ദുൽ അസ്ഫി വർ റൈഹാൻ, റൈഹാൻ എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള ചെടികളാണ്, സെൻറ്റഡ് ആയിട്ടുള്ള ചെടികളാണ്, എന്ന് വെച്ചാൽ മണമുള്ള. വൽ ഹബ്ബു ദുൽ അസ്ഫി വർ റൈഹാൻ, ഇതും എന്തുണ്ട്? ഭൂമിയിൽ ഉണ്ട്. ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് വരാം, ഇപ്പോൾ വാക്കർത്ഥം മാത്രം നമുക്ക് നോക്കാം. എന്നിട്ട് ഈ സൂറത്തിൽ 31 തവണ ആവർത്തിച്ച ചോദ്യം അള്ളാഹു ആദ്യമായിട്ട് സൂറ റഹ്മാനിൽ പറയാണ്, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ.
ഫബി അയ്യി എന്ന് പറഞ്ഞാൽ ഏതാണ്, അയ്യി ഏതാണ്, ഏത്, ആലായി, ആലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അർത്ഥങ്ങളുള്ള പദമാണ്. ഒന്ന് അനുഗ്രഹം എന്ന അർത്ഥമുണ്ട്, ശക്തി, കഴിവ് എന്ന അർത്ഥമുണ്ട്, ഔദാര്യം എന്ന അർത്ഥമുണ്ട്. അതേപോലെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടത് അത്ഭുതം എന്ന അർത്ഥമുണ്ട്, അത്ഭുതം, മാജിക് എന്നുള്ള അർത്ഥവും ഉണ്ട്. അപ്പൊ ഫബി അയ്യി ആലായി റബ്ബിക്കുമ, റബ്ബിക്കുമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, രണ്ടാൾക്കാരോടാ പറയുന്നത്, നിങ്ങൾ ഇരുവരുടെയും റബ്ബിന്റെ ഫബി അയ്യി ആല ഏത് അനുഗ്രഹത്തെയാണ് തുകദ്ദിബാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കളവാക്കുന്നത്. അപ്പൊ ഈ രണ്ടു പേരെന്ന് പറയുന്നത് പിന്നെ അധികം മുഫസ്സിരീങ്ങളും പറയുന്നത് ഇനി പറയാൻ പോകുന്ന ആയത്തുകളൊക്കെ വെച്ചുകൊണ്ട് മനുഷ്യരും ജിന്നുകളുമാണ്. നമുക്കറിയാം ഖുർആൻ ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ തന്നെ വിചാരണയുള്ള, ഹിദായത്തുള്ള ഖുർആൻ അവതരിച്ച ഒരു സൃഷ്ടി വിഭാഗമാണെന്ത്, ജിന്ന് എന്ന് പറഞ്ഞാൽ ജിന്ന് മാത്രമേ ഉള്ളൂ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, നമ്മളല്ലാത്ത മറ്റൊരു ജീവിതത്തിന്റെ ഒരു ഉദാഹരണമാണെന്ത്, ജിന്ന് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ് തുകദ്ദിബാൻ, തുകദ്ദിബ്, തക്ദീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, കളവ്, കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാണ്. കളവ് എന്ന് പറഞ്ഞാൽ എന്താ, കളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഒരു കാര്യത്തെ അതല്ലാതെ അവതരിപ്പിക്കുന്നതാണ് കളവാക്കുക എന്ന് പറയുന്നത്. അപ്പൊ സത്യം അറിഞ്ഞിട്ട് അതിനെന്ത് ചെയ്യുന്നു, അതല്ലാതെ ജീവിതം കൊണ്ട് അവതരിപ്പിക്കുന്നതാണ് കളവാക്കുക. അപ്പൊ നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, ഈത്തപ്പഴം കാണുന്നുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. അതറിഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ ഏതിനെയാണ് കളവാക്കിക്കൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളെയാണ് നിങ്ങൾ കളവാക്കുക, എന്തിനൊക്കെയാണ് നിങ്ങൾക്ക് കളവാക്കാൻ കഴിയുക എന്നുള്ളതാണ് ആ ചോദ്യം എന്ന് പറയുന്നത്. ഈ ആയത്തുകളുടെ ഒരു സമ്മറി, ഒന്ന് റഹ്മത്തിന്റെ മൂന്നാമത്തെ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ഉദാഹരണം എന്താണ്, അറിവാണ്. രണ്ടാമത്തെ ഉദാഹരണം സിസ്റ്റമാണ്, വ്യവസ്ഥയാണ്. മൂന്നാമത്തെ ഉദാഹരണം ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ മനുഷ്യന്റെ ജീവിതത്തിന് സാധ്യമാകുന്ന രീതിയിൽ, ലൈഫ് പോസിബിൾ ആകുന്ന രീതിയിൽ ലിവബിൾ ആക്കിയിട്ട് ഈ എർത്ത് എന്താണ് ഭൂമിയെ സജ്ജീകരിച്ചു എന്നുള്ളതാണ് റഹ്മത്തിന്റെ മൂന്നാമത്തെ ഉദാഹരണം. അതിന് 4 ഉദാഹരണങ്ങളാണ് അള്ളാഹു പറയുന്നത്, ഇത് നമുക്ക് പഠിപ്പിക്കാൻ. ഒന്നാമത് പഴങ്ങളാണ്, 2 പുറംതോടുകളുള്ള ഈത്തപ്പഴമാണ്, 3 വൈക്കോലിന്റെ ഉള്ളിലുള്ള വൈക്കോലോട് കൂടിയ ധാന്യമാണ്, 4 സുഗന്ധ ചെടികളാണ്. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹത്തെയാണ് കളവാക്കുക എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിലെ വ്യവസ്ഥ എന്നത് ഭൂമിയിൽ പിന്നെ ജീവിതം സാധ്യമാക്കുന്നു എന്നുള്ളത് ശരിക്ക് പിന്നെ നമ്മൾ ഈ ഇങ്ങനെ പറയാറുണ്ടെന്ന് വെച്ചാൽ സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ നമുക്ക് എന്ത് ചെയ്യൂല, അത്ഭുതങ്ങൾ തോന്നൂല. സ്ഥിരം കാണുന്ന കാഴ്ചകളുടെ പ്രശ്നം ഒരു സാധാരണയായി മാറുമ്പോൾ അതിലൊരു അത്ഭുതം തോന്നൂല. പക്ഷെ നിങ്ങളൊന്ന് മാറി നിന്നിട്ട് ഇതിൻ്റെ പുറത്ത് നിന്നിട്ട് ഇതിൽ നിന്ന് നടക്കുന്ന ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം മനുഷ്യന്റെ മാത്രമല്ല ഇതിലെ മൃഗങ്ങളെയും ജിന്നുകളുടെയൊക്കെ ജീവിതം സാധ്യമാക്കുന്ന രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നത് തന്നെ എന്താണ്, വലിയ അത്ഭുതമാണ് എന്ന് കാണാൻ പറ്റും. അത് നമ്മളെ പഠിപ്പിക്കാൻ അള്ളാഹു ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് വല എന്നാണ്, വല. അപ്പൊ നേരത്തെ ഈ സൂറത്തിൽ വല ഉപയോഗിച്ച എന്തിനാണ്, മീസാനാണ്. മീസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സന്തുലിതത്താണ്, ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എല്ലാം നല്ല അളന്ന് മുറിച്ച് തുലാസിനെയാണ് മീസാൻ എന്ന് പറയാ. തുലാസ് സ്ഥാപിച്ചു എന്ന് ഉപയോഗിച്ച അതേ പദം ഉപയോഗിച്ചിട്ടാണ് എന്ത് പറയുന്നത്, ഭൂമിയെ നമുക്ക് സജ്ജീകരിച്ചു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ഓരോ അളവും ഈ ഭൂമിയിലെ ഓരോ മെഷറും എന്തിന് സാധ്യമാക്കാനാണ്, നമ്മുടെ ജീവിതം സാധ്യമാക്കാനാണ്. ഇനി നിങ്ങൾ ഈ ആയത്തിന്റെ സൂറത്തിന്റെ ഘടന നോക്കി കഴിഞ്ഞാല് മീസാൻ, അത് കഴിഞ്ഞിട്ട് അള്ളാഹ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അല്ലാ തത്ഔഫൽ മീസാൻ, നമ്മളോട് പറയുന്ന കാര്യങ്ങൾ. അതിന് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഈ ആയത്ത് വായിച്ചാല് മീസാൻ വൽ അർള വലഅഹ ലിൽ അനാം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ സമാ മുകളിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞതിന് ശേഷം നമുക്കുള്ള ഡ്യൂട്ടി പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്ന ഭൂമി എന്ന് വെച്ചാൽ ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ്. സമായിനെ എന്ത് ചെയ്യുന്നു, അള്ളാഹു ഉയർത്തുന്നു, എന്നിട്ട് അതിൽ മൊത്തം ഒരു സന്തുലിതത്വം സ്ഥാപിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഭൂമിയെ സന്തുലിതമാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ലിൽ അനാം, നമ്മുടെ ജീവിതം സാധ്യമാക്കാനാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഖുർആനിൽ നോക്കിയാല് ഖുർആൻ ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ധാരാളം വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ പാകത്തിലാണ് ഭൂമി. ഇത് ഞാൻ പറയുന്നതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ കരുതുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഭൂമിയിൽ കുറേ അളവുകൾ ഉണ്ട് എന്നുള്ളത്. ഒരു സൂര്യൻ്റെ ചൂടിനൊരു അളവുണ്ട്, പിന്നെ മഴ പെയ്യുന്നതിനൊരു അളവുണ്ട്.
ഈ അളവ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതാണ് ഈ ആയത്ത് പറയുന്നത്. ആ അളവ് കൃത്യമായി എന്താണ്, മഴയുടെ ഒരു തുള്ളി നമ്മുടെ തലയിൽ വീണ് നമ്മളെ തല പൊട്ടുന്നില്ലല്ലോ. നമുക്ക് തലക്ക് സാധ്യമാകുന്ന, താങ്ങാൻ സാധ്യമാകുന്ന ആ ഒരു ഡെൻസിറ്റിയിലേ എന്ത് ചെയ്യുന്നുള്ളൂ, മഴയുടെ ഓരോ തുള്ളിയും വീഴുന്നുള്ളൂ. അപ്പം ഇതിനു വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്ന പദങ്ങൾ, ഒന്ന് ദഹാഹ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്. ദഹാഹ എന്ന് പറഞ്ഞാല് വൽ അർള ബഅദ ദാലിക ദഹാഹ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. ദഹാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിരിക്കുക എന്നാണ് അർത്ഥം. വിരിക്കുക എന്ന് വെച്ചാൽ ഒരു സാധനം ഇങ്ങനെ എടുത്തിട്ട് ഒരാൾക്ക് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി വിരിക്കുക, ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഖുർആൻ. വൽ അർള ദഹാഹ. രണ്ടാമത് അള്ളാഹു ഉപയോഗിക്കുന്നത് ഫിറാഷ എന്നാണ്. ഫിറാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബെഡാണ് എന്ന് വെച്ചാൽ കിടക്ക, മെത്ത എന്നുപയോഗിച്ചാണ് ഫിറാഷ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാഷ, നിങ്ങൾക്ക് എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഭൂമിയെ ഒരു മെത്തയാക്കി. ഈ പ്രയോഗത്തിന്റെ ഒരു അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഭൂമി ഏത് സ്പീഡിലാണ് കറങ്ങുന്നത് എന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇതിന്റെ അത്ഭുതം നമുക്ക് മനസ്സിലാവും. ഭൂമി തന്നെ കറങ്ങുന്നു, മൊത്തം ഈ സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങേയറ്റത്തെ സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പക്ഷേ അറ്റ് എ പോയിന്റ് നമുക്ക് ഇതിനെ ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഇത്രയും സ്പീഡിൽ കറങ്ങുന്ന ഒരു സാധനത്തിന്റെ മുകളിലാണ് ഞാൻ വളരെ സുന്ദരമായിട്ട് ഇരിക്കുന്നത്. ഭൂമിയെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു മെത്ത പോലെയാണ്, ഫിറാഷ. പിന്നെ അള്ളാഹു പറയുന്നത് മഹ്ദ, അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദ. മഹ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ടിലാണ്. മഹ്ദ എന്ന് പറഞ്ഞാൽ തൊട്ടിലാണ്. ഭൂമിയെ നിങ്ങൾക്ക് ഒരു തൊട്ടിലാക്കിയില്ലേ ഞാൻ എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നെ അള്ളാഹു ഉപയോഗിച്ച പദം ഖറാറ എന്നാണ്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ. ഈ ഖറാറ എന്ന് പറഞ്ഞ പിന്നെ വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ചത് ഈ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് സ്പേം പോയിട്ട് പിന്നെ നമ്മളെ പിന്നെ എന്താണ് ശുക്ലം പോയിട്ട് അത് വളരെ സുരക്ഷിതമായ ഒരു കുട്ടിയാകുന്ന രീതിയിൽ സുരക്ഷിതമായി ഇരിക്കുന്നതിന് ഖറാറ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭൂമിയെ നിങ്ങൾക്ക് വളരെ സ്വസ്ഥമായ സുരക്ഷിതമായ ഒരു ഇടം അള്ളാഹു ആക്കിയില്ലേ. പിന്നെ അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു പദം ദലൂല് എന്നാണ്. ദലൂല് എന്ന് പറഞ്ഞാൽ വിധേയമാക്കുക എന്നാണ്. പിന്നെ നമുക്ക് സബ്മിസീവ് ആക്കുക, നമ്മളെ ഉപയോഗത്തിനനുസരിച്ച് നമ്മളെ കാല് ചവിട്ടുമ്പം മണ്ണ് കുറച്ച് ആഴ എന്നതുപോലെ നമുക്ക് സബ്മിസീവ് ആക്കുകയാണ്, നമുക്ക് വിധേയമാക്കുകയാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല. പിന്നെ അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു പദം ബിസാത്ത. വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത്ത, വിരിപ്പ്. വിരിപ്പ് നേരത്തെ ബെഡ് ആയിരുന്നു, പിന്നെ ഇപ്പൊ എന്താണ്, വിരിപ്പാണ്. ഈ ഖുർആന്റെ ഒരു ഭാഷയുടെ അത്ഭുതമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ അള്ളാഹു ഉപയോഗിക്കുന്ന വളരെ സുന്ദരമായ ഒരു പ്രയോഗം കിഫാത്ത എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അലം നജ്അലിൽ അർള കിഫാത്ത. കിഫാത്ത എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രസവിക്കുമ്പോഴും നമ്മൾ കുറെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ കുറെ പോപ്പുലേഷൻ ആകുമ്പോഴും നമ്മളെ മയ്യത്ത് കുഴിച്ചിടുമ്പോഴും ഫോസിൽസ് ആകുമ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭൂമി ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ആകെ വീണുപോയി ആകെ ഇതാകുന്നില്ല, ഓവർ ഇതാകുന്നില്ല. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമി ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ഖുർആൻ ഉപയോഗിക്കുന്നത് സുത്തിഹത്ത് എന്നാണ്. സുത്തിഹത്ത് എന്ന് പറഞ്ഞാല് ഇലൽ അർളി കൈഫ സുത്തിഹത്ത്, സോറി സുത്തിഹത്ത് അല്ല സുത്തിഹത്ത്, കൈഫ സുത്തിഹത്ത്. നിങ്ങൾ കാണുന്നില്ലേ ഭൂമിയെ ഞാൻ എങ്ങനെ പരന്നതാക്കി എന്നുള്ളത്. ഇതിനെ വിമർശിച്ചുകൊണ്ട് യുക്തിവാദികൾ പറയാറുണ്ട് ഖുർആനിൽ ശാസ്ത്രീയത്തിന് വിരുദ്ധമാണ്, ഭൂമി പരന്നതല്ലല്ലോ എന്നുള്ളത്. അള്ളാഹു നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഖുർആന്റെ വിഷയം. പിന്നെ ഖുർആൻ പറയുന്നത് മക്കന്നാക്കും എന്നാണ്. വലക്കത് മക്കന്നാക്കും ഫിൽ അർള്. മക്കന്നാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാധീനം നൽകി എന്നാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്തു, സ്വാധീനം നൽകി. പിന്നെ അവസാനത്തെ ഒരു പ്രയോഗം ബൗവഅക്കും എന്ന് പറയുന്നുണ്ട്. ബൗവഅക്കും ഫിൽ അർള്. ബൗവഅക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി എന്ത്, ഭൂമി എന്നുള്ളത്. അപ്പൊ ഭൂമിയെ പിന്നെ നമുക്ക് ജീവിക്കാൻ പാകത്തിലാക്കി എന്ന് ഖുർആന്റെ വലിയൊരു വിഷയങ്ങളിലൊന്നാണ് ഈ ആയത്തിന്റെ ഒരു വിഷയവും അതാണ്. ഇനി പിന്നെ ഈ മറ്റൊരു പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ആയത്ത് നോക്കിയാലും അള്ളാഹു അത് തന്നെയാണ് പറയുന്നത്. എന്താണ് അള്ളാഹു ഇവിടെ പറയുന്നത്, വൻ നഖ്ലു ദാത്തുൽ അക്മാം എന്നുള്ളതും വൽ ഹബ്ബു ദുൽ അസ്ഫ് എന്നുമാണ് പറയുന്നത്. ഈ പ്രയോഗത്തിന്റെ സൂക്ഷ്മതകൾ ആലോചിച്ച് നോക്കുക. ഈത്തപ്പഴത്തെ കുറിച്ചല്ല അള്ളാഹു പറയുന്നത്. ഈത്തപ്പഴം നമുക്ക് തിന്നാൻ പാകത്തിൽ പഴുത്തുണ്ടാകണമെങ്കിൽ അതിനൊരു ഷീത്ത് വേണം, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഷീത്ത് വേണം. അതിനെയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത് പറയുന്നത്. ധാന്യം നമുക്ക് തിന്നാൻ പാകത്തിലാണെങ്കിൽ ഒരു വൈക്കോലിനുള്ളിൽ വളരെ കൃത്യമായിട്ട് അത് വളർന്ന് പാകപ്പെടണം. അതിനെയാണ് അസ്ഫ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാം സൂചിപ്പിക്കുന്നത് എന്തിനാണ്, എല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം സാധ്യമാക്കാനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം ഏതാണ്, റൈഹാൻ എന്നാണ്. റൈഹാൻ എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള ചെടിയാണ്.
എന്തുകൊണ്ടാണ് ഭൂമിയിൽ സുഗന്ധമുള്ളതും സുഗന്ധമില്ലാത്തതുമായ ചെടികളുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തിനാണ് ചെടികൾക്ക് സുഗന്ധം? അതിന്റെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് സുഗന്ധം. പോളിനേഷൻ നടക്കുന്നത് നമുക്കറിയാം. അതിൻ്റെ എന്താണ് ഈ ഇൻസെക്ട്സ് വന്നിട്ട് ഒരു ചെടിൻ്റെ അടുത്ത് അടുത്ത ചെടിയിലേക്ക് പോകുമ്പോഴാണ് പോളിനേഷൻ, അതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ സുഗന്ധമുള്ള ചെടികളുടെ പോളിനേഷൻ നടക്കുന്നത് എന്ത് വെച്ചുകൊണ്ടാണ്? ഈ ഇൻസെക്ട്സ് വെച്ചുകൊണ്ടാണ്, എന്നുവെച്ചാൽ പൂമ്പാറ്റ എല്ലാം വെച്ചുകൊണ്ടാണ്. മറ്റത് നടക്കുന്ന സുഗന്ധമില്ലാത്ത ചെടികളുടെ പോളിനേഷൻ നടക്കുന്നത് കാറ്റ് കൊണ്ടാണ്. അപ്പൊ ഇതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെടികൾക്ക് എന്തുള്ളത്? സുഗന്ധമുള്ളത്. എന്ന് പറഞ്ഞാൽ ആ ചെടികൾ വളരാനുള്ള അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതിന് സുഗന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതം സാധ്യമാക്കുന്ന രീതിയിലാണ് എന്ന് പഠിപ്പിക്കുന്ന അത്ഭുതമാണ് ഈ ആയത്തുകൾ എന്ന് കാണാൻ പറ്റും. ഭൂമി മനുഷ്യ ജീവിതം സാധ്യമാക്കുന്നത് തന്നെ സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എവിടെയോ വളരുന്ന ഈത്തപ്പഴം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉമ്മാന്റെ വയറ്റിൽ നിന്നും വന്ന നമ്മുടെ വയറ്റിൽ ഡൈജസ്റ്റ് ആകുന്നത്? അത് എന്താണ് അതിൻ്റെ അത്ഭുതം? എവിടെയോ വളരുന്ന വേറൊരു മെറ്റീരിയൽ കൊണ്ട് വളർന്ന ഒരു ഫ്രൂട്ട് നമ്മൾ തിന്നുമ്പോൾ നമുക്ക് പ്രോട്ടീൻ, നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ഊർജവും എല്ലാം തരുന്നത് തന്നെ എന്താണ്? വലിയ അത്ഭുതമാണ്. ഇത് അള്ളാഹു ഉണ്ട്, സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ വലിയ തെളിവാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പല പ്ലാനറ്റുകളിലും, ഇപ്പൊ മാസ്, ജൂപ്പിറ്റർ, കുറേ പ്ലാനറ്റ് ഉണ്ട്, ഇവിടെ ഒന്നും ജീവിക്കാൻ കഴിയില്ല, മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ജീവിതം സാധ്യമാകുന്നതിന് കുറേ കാരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഒന്ന് രണ്ട് കാരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോവാം. ഒന്ന്, ഭൂമിയിൽ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്, എന്ന് വെച്ചാൽ ദ്രവരൂപത്തിലാണ് വെള്ളമുള്ളത്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം കറക്റ്റ് പൊസിഷനിലാണ് ഭൂമി ഉള്ളത്. ആ ഭൂമി കറക്റ്റായിട്ട് സൂര്യന്റെ ചൂടിന് കുറച്ചെടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളമൊന്നും ഉണ്ടാവില്ല. കുറെ ദൂരെ ആയി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഫ്രോസ് ആവും. വളരെ കറക്റ്റാണ്. ഈ വെള്ളം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ ജീവിതം സാധ്യമാകുന്ന ഒന്നാമത്. രണ്ടാമത്, 70% ഭൂമിയിൽ കവർ ചെയ്തിരിക്കുന്നത് വെള്ളമാണ്. വെള്ളമാണ് എല്ലാത്തിനെയും, നമ്മളെ ബ്ലഡ് അടക്കം എല്ലാം വാട്ടറാണ് കണ്ടന്റ്. ഇതിന്റെ രണ്ടാമത്തെ കാരണം, നിങ്ങൾ മറ്റ് പ്ലാനറ്റിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ മാർസിലോ ജൂപ്പിറ്ററിലോ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ജീവിതം സാധ്യം ആവില്ല. മൂന്നാമത്, ഈ ഭൂമിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഒരു പുറത്തുള്ള ഈ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് വരുന്ന വളരെ മാരകമായിട്ടുള്ള, നമ്മളെ തന്നെ ബാധിക്കുന്ന ഇൻഫ്രാറെഡ് ആയിട്ടുള്ള എല്ലാവരും, നമ്മൾ ഓസോൺ പാളിന്നൊക്കെ ട്രോളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ശീലിച്ച് പഠിച്ചതാണ് ഓസോൺ പാളി. ഇതിൻ്റെ ഒരു മുകളിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഭൂമിയിൽ ജീവിതം സാധ്യമാവില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ 21% ഓക്സിജൻ കറക്റ്റായിട്ട് ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമുക്കതിനെ ശ്വസിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ ആക്സിഡന്റ് ആണ് എന്ന് പറയുന്നിടത്ത് ഒരു ആളുടെ ബുദ്ധി ഇല്ലാതെയാണ്, സീറോ ആണ് അയാൾ സെൻസായി മാറുന്നത്. എന്തോ ഒരു ഇന്റലിജൻസ് ഉണ്ട്, അതിനെ അള്ളാഹ് വിളിക്കണോ വേറെ വിളിക്കണോ എന്നുള്ള വേറെ വിഷയമാണ്. ഒരാൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് കഴിയില്ല. സൂറ വാഖിയയിൽ അള്ളാഹു ഇത് പഠിപ്പിക്കാൻ വേണ്ടി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിപ്പിക്കണമല്ലോ, അതിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അഫറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അൻതും തസ്റഊനഹു, നിങ്ങളാണോ അത് അവിടെ പോയിട്ട് പുറത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത്? അം നഹ്നു സാരിഊൻ, അല്ല ഞാനാണോ അത് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്? ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അതിനെ ഞാൻ തുരുമ്പാക്കുമായിരുന്നു. അപ്പൊ നെഗറ്റീവാണ്. അതിനെ തുരുമ്പാക്കാതെ അത് ധാന്യമാകുന്നതാണ് അത്ഭുതം. ധാന്യം എപ്പോഴും കിട്ടുമ്പോൾ നമുക്ക് അത്ഭുതം ഫീൽ ചെയ്യൂല. പിന്നെ അള്ളാഹ് ചോദിക്കുകയാണ്: അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് എല്ലാ ദിവസവും വെള്ളം കുടിക്കുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ന്, നിങ്ങളാണോ മേഘത്തിൽ നിന്നും ഓരോ ലിറ്ററായിട്ട് ഇങ്ങനെ തുറന്നു കൊണ്ടുവരുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ, നാം ആണോ അത് ഇറക്കിയത്? ഇനിയുള്ള ചോദ്യം നോക്ക്: ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അതിന് ഉപ്പുവെള്ളം ആക്കുമായിരുന്നു. അപ്പൊ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഉപ്പുവെള്ളമല്ലാതെ കിട്ടുന്നത് അത്ഭുതമാണ് എന്ന് മനസ്സിലാക്കാൻ ഉപ്പുവെള്ളമായിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ ഖുർആൻ നമ്മൾ നന്നാവാത്തത് നമ്മളെ മാത്രം പ്രശ്നമാണ്. അതിന് മാത്രം തെളിവുകളും
ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു ഖുർആനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റഹ്മത്തും ഇന്നത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ അർ റഹ്മാനും ഇന്നത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയുന്ന ഒരു ആയത്ത് സൂറ റൂമിൽ 50-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ല എന്നാണ്. ആസാർ എന്ന് പറഞ്ഞാൽ പിന്നെ അവശേഷിപ്പുകൾ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ കാൽപ്പാടികൾ അവശേഷിക്കുന്നതാണ് ആസാർ എന്ന് പറയാം. ഫൻദുർ, നിങ്ങൾ നോക്കൂ, ഇല ആസാരി റഹ്മത്തില്ല, അള്ളാന്റെ റഹ്മത്തിന്റെ നിങ്ങൾ എവിടെ നോക്കിയാലും അള്ളാന്റെ റഹ്മത്താണ്. കൈഫ യുഹീൽ അർള ബഅദ മൗതിഹ, ഒരു വരണ്ട ഭൂമിയെ അള്ളാഹു എങ്ങനെയാണ് ജീവൻ നൽകുന്നത് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് റഹ്മത്തിന്റെ ആസാറുകൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയുമെന്ന് പറയുന്നത്. റഹ്മത്തിന്റെ ഇതുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഈത്തപ്പഴം കഴിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ എന്താണ്? അള്ളാന്റെ റഹ്മത്തിന്റെ വലിയ തെളിവുകളാണ് എന്ന് കാണാൻ പറ്റും. ഖുർആൻ നിങ്ങൾ നോക്കിയാൽ, ഇത് നമ്മൾ മുസ്ലിങ്ങൾ ഖുർആനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. പ്രകൃതി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഖുർആൻ. നിങ്ങളൊരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിനോട്, സാധാരണ ഒരു മുസ്ലിമിനോട്, ഒരു 70% മുസ്ലിമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവയർനെസ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുറം ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്താണ്? ഒന്ന് ഹിജാബ് ചർച്ച ചെയ്യും, 2 മുത്തലാഖ് ചർച്ച ചെയ്യും, യുദ്ധത്തിന്റെ ആയത്തുകൾ ചർച്ച ചെയ്യും. ഇങ്ങനെ കുറെ എപ്പോഴും കലാകാലമായിട്ട് ചർച്ച ചെയ്യുന്ന കുറെ സാധനങ്ങൾ ചർച്ച ചെയ്യും. ഇത് ചർച്ച ചെയ്യുന്ന ആളുടെ കുറെ കൂടെ ലക്ഷ്യമുണ്ട്, അത് ശരിയാണ്. പക്ഷെ നമ്മളെപ്പോഴാണ് ഖുർആൻ ഇത്രയും സുന്ദരമായിട്ട് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മളെപ്പോഴാണ് ഖുർആനിലെ ധാന്യമണിയെ കുറിച്ച് പറയുന്ന അത്ഭുതത്തെ കുറിച്ച് അവതരിപ്പിച്ചത്? നമ്മളെപ്പോഴാണ് ഈത്തപ്പഴത്തിന്റെ സൗന്ദര്യം ഖുർആനിൽ പറയുന്നുണ്ട് എന്നതിനെ കുറിച്ച് അവതരിപ്പിച്ചത്? നമ്മളെപ്പോഴാണ് വരണ്ട ഭൂമിക്ക് ജീവൻ നൽകുന്ന സൗന്ദര്യത്തെ കുറിച്ച് ഖുർആനിൽ വെച്ചുകൊണ്ട് ഒരു കവിത എഴുതിക്കൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തിയത്? നമ്മളിത് ചർച്ചക്കെടുക്കുന്നില്ല എന്ന് തന്നെ വലിയ വിഷയമാണ്. പുതിയൊരു ജനറേഷന് ഖുർആനോട് ഇൻട്രസ്റ്റ് തോന്നില്ല എന്നൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക്? 4 കെട്ടിനെ കുറിച്ചും ഈ ആയത്തുകളെ കുറിച്ചാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആന്റെ പിന്നെ 50-60% ഓഫ് ആയത്തുകളിലും അള്ളാഹു നമ്മളെ ജീവിതം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പ്രകൃതിയാണ്, പ്രപഞ്ചമാണ്. എന്ന് വെച്ചാൽ ഖുർആനെ വെറുതെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പച്ച ഇലകളും മഞ്ഞ ഇലകളും വെള്ളവും നനവൊക്കെ അവിടെ എവിടെയും കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഒരു വലിയ ദൗത്യമാണ് എന്ത്? ഖുർആന്റെ ഈ സൗന്ദര്യം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഖുർആന്റെ പ്രകൃതി ആയത്തുകൾ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൗന്ദര്യം, ഒന്ന് ഭാഷാ സൗന്ദര്യമാണ്. ഇപ്പൊ ഇന്നത്തെ ആയത്തിൽ കണ്ട പോലെ വളരെ സുന്ദരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 2, അള്ളാഹു സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ സൃഷ്ടിപ്പിന്റെ സൗന്ദര്യത്തെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വെറുതെ ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് പഴങ്ങളുണ്ട്, ഒരു കൊട്ട മുന്തിരി ഉണ്ട്, അങ്ങനെയല്ല പറയുന്നത്. മുന്തിരി, നല്ല വള്ളികളോടുള്ള മുന്തിരി, അത് കാണുമ്പോൾ തന്നെ സൗന്ദര്യം, അതിന്റെ സൗന്ദര്യം തന്നെ എന്തുണ്ട് പറയുന്നുണ്ട്. 3, ഇതാണ് മെയിൻ പോയിന്റ്. 3, ഏത് സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോഴും ഏത് പ്രകൃതി വിഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴും അതിനെയൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടേ അള്ളാഹ് പരിചയപ്പെടുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ പഠിപ്പിക്കാനല്ല അള്ളാഹു ഖുർആനിൽ പ്രകൃതിയെ പറയുന്നത്, ജീവിതം പഠിപ്പിക്കാനും അള്ളാഹിനെ കാണിച്ചു തരാനാണ്. അതിന്റെ കുറച്ച് ആയത്തുകൾ എന്ന് വെച്ചാൽ പ്രകൃതി ആയത്തുകളുടെ ലക്ഷ്യം എന്താണ്? ഇപ്പൊ ഇന്നത്തെ ആയത്തുകൾ പ്രകൃതി ആയത്തുകളാണ്, നമ്മൾ അറിയുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഖുർആൻ ഓതുമ്പം പ്രകൃതിയെ കുറിച്ച് പറയുന്ന ഖുർആന്റെ ആയത്തുകളുടെ ലക്ഷ്യം എന്താണ്? ഒന്നാമത്തെ ലക്ഷ്യം ഹിദായത്താണ്. ഖുർആനിലെ എല്ലാ വിഷയങ്ങളുടെയും ലക്ഷ്യം ഹിദായത്താണ്. എന്ന് വെച്ചാൽ മനുഷ്യന് സന്മാർഗം കാണിക്കാൻ. ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല, ശാസ്ത്രം ഖുർആന്റെ വിഷയമാണ്. പക്ഷെ ശാസ്ത്രം പഠിപ്പിക്കാനല്ല ഖുർആൻ ശാസ്ത്രം പറയുന്നത്, ഹിദായത്ത് തരാനാണ്, ജീവിതം പഠിപ്പിക്കാനാണ്. ചരിത്രം ഖുർആന്റെ വിഷയമാണ്, പക്ഷെ ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല, ഹിദായത്ത് തരാനാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഖുർആൻ ഹിദായത്താണ് പ്രകൃതി ആയത്തുകൾ പറയുന്നതിന്റെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഫബി അയ്യി ആലാഇ റബ്ബിക്കുമ തുകദ്ദിബാൻ എന്ന അള്ളാന്റെ ചോദ്യമാണ്. നിങ്ങൾ ഈ സൂറത്തെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ 31 പ്രാവശ്യമാണ് അള്ളാഹു ഈ ചോദ്യം ചോദിക്കുന്നത്. ആദ്യം മെല്ലെ മെല്ലെ വരുള്ളൂ, പിന്നെ അതിങ്ങനെ അതിന്റെ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്ന് പറഞ്ഞാല് ഓരോ പ്രാവശ്യം അള്ളാഹു ഓരോ കാര്യം പറഞ്ഞിട്ടും പിന്നെ നമ്മളോട് ചോദിക്കുകയാണെന്ത്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ കളവാക്കുന്നു? അപ്പൊ എന്താണ് അവിടെ വിഷയം? ഹിദായത്താണ്. നിങ്ങൾക്ക് ഒരു കവിത പറഞ്ഞതിലല്ല അള്ളാഹ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതം നന്നാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അത് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ചോദ്യം ഉണ്ടല്ലോ, ഈ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, സൂറ റഹ്മാനിൽ മാത്രമല്ല ഈ ചോദ്യം,
ഖുറാനിലെ എല്ലാ ആയത്തുകൾക്ക് ശേഷവും ഈ ചോദ്യം ഫിറ്റാണ്, പ്രസക്തമാണ്. ഈ ആയത്തിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ ചോദ്യം കുൽ ഹുവ അല്ലാഹു അഹദ്, അത് കഴിഞ്ഞിട്ട് ഓരോ ആയത്തുകൾക്ക് ശേഷവും ഈ ചോദ്യം പ്രസക്തമാണ്. ഈ ആയത്തുകളൊന്ന് ആലോചിച്ച് നോക്കൂ. ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ഞാൻ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ തന്നു. ഫബി അയ്യി ആലായി റബ്ബിക്കുമാ എന്ന് വെച്ചാൽ ഖുറാന്റെ ഓരോ ആയത്തുകൾക്ക് ശേഷവും ഇത് പ്രസക്തമാണ്. ഈ സൂറത്തിൽ അത് പ്രത്യേകമായി പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് കാണാൻ കഴിയും. തക്ദീബ് അവിടെയാണ് നമുക്ക് പഠിക്കേണ്ടത്. തക്ദീബ് എന്ന് പറഞ്ഞാൽ കളവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞ സത്യത്തെ ജീവിതം കൊണ്ട് കളവാക്കലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് കളവാക്കാൻ കഴിയും, കാലുകൊണ്ട് കളവാക്കാൻ കഴിയും, കണ്ണുകൊണ്ട് കളവാക്കാൻ കഴിയും. ഇത് വാക്ക് കൊണ്ടുള്ള വിഷയമല്ല, ഹൃദയം കൊണ്ടുള്ള വിഷയം പോലുമല്ല, ജീവിതം കൊണ്ടുള്ള വിഷയമാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന് സമ്മതിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇതാണ് വിഷയം. ജീവിതത്തിൽ അള്ളാഹനെ അനുസരിക്കുമ്പോഴേ തക്ദീബ് അല്ലാണ്ട് ആവുള്ളൂ. ഖുറൈശികളുടെ വിഷയം എന്തായിരുന്നു? അത് അള്ളാഹ് പറയുന്നുണ്ട് സൂറ യൂനുസിൽ 31-ാമത്തെ ആയത്തിൽ. ഇത് ഈ ആയത്തുകൾ കേട്ട് നോക്കുക, എന്നിട്ട് നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇതല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. കുൽ മൈ യർസുകുക്കും മിനസ് സമാഇ വൽ അർദ്, ആരാണ് നിങ്ങൾക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് തന്നത്? അമ്മ യംലിക്കു സമഅ വൽ അബ്സാർ, ആരാണ് നിങ്ങൾക്ക് കണ്ണും കാതും തന്നത്? വമൈ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ആരാണ് മരിച്ചവനിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, അപ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റ്. വമൈ യുദബ്ബിറുൽ അംർ, ആരാണ് ഇത് തരുന്നത്? അപ്പം അവർ പറയുന്നത് ഫസയഖൂലൂനല്ലാഹ്, ആര് പറയും? ഖുറൈശികൾ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ആരാണ് മഴ പെയ്ച്ചത് എന്ന് ഖുറൈശികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അള്ളാഹു ആണ് എന്നുള്ളത്. ആരാണ് നിങ്ങൾക്ക് കണ്ണ് തന്നത്? അവർ പറയുന്നത് അള്ളാഹു ആണ്. ഇത് നമ്മളിത് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമല്ല. ഇത് ആദ്യ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞതാണ്, ഈ സീന് കഴിഞ്ഞതാണ്. ആ സീനിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ് ഫക്കുൽ, അവരോട് ചോദിക്കുക അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്താ തഖ്വ പാലിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതല്ല വിഷയം. അള്ളാഹ് ഉണ്ട്, അള്ളയാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് സമ്മതിക്കലാണ് വിഷയം എന്ന തെറ്റിദ്ധാരണയിൽ നമ്മൾ ജീവിച്ചു പോയാൽ നമ്മൾ വമ്പൻ നഷ്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത്. മഴ പെയ്യിച്ചത് അള്ളാഹു ആണെങ്കിൽ ആ വെള്ളം അള്ളാഹ് പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാം ക്ലിയർ ആകുന്നത്, തക്ദീബ് അല്ലാണ്ട് ആകുന്നത്. കണ്ണ് തന്നവൻ അള്ളാഹു ആണ് എന്ന് സമ്മതിച്ചാൽ കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? തക്ദീബ് അല്ലാതാകുന്നത്, അള്ളാഹ് പറഞ്ഞത് ജീവിതം ആകുന്നത്. ഇത് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഇസ്ലാം എന്ന മതത്തിന്റെ ഈ പോയിന്റ് ഉലൂഹിയത്തും റുബൂബിയത്തും. ഉലൂഹിയത്ത് പറഞ്ഞാൽ അള്ളാഹ് ഇലാഹാണ് എന്ന് സമ്മതിക്കലാണ്. നമുക്ക് വിഷമം വന്നാൽ അള്ളാഹിന്റെ അടുത്ത് പ്രാർത്ഥിക്കും, അള്ളയാണ് എല്ലാം, ഒക്കെ അള്ളാഹ് നീ ഭയങ്കര സംഭവമാണ്, സൂപ്പർ, സമ്മതിച്ചു. ഇത് ഉലൂഹിയത്താണ്. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ റബ്ബാണ് എന്ന് സമ്മതിക്കലാണ്. ജീവിതത്തിൽ എല്ലായിടത്തും അള്ളാഹിന്റെ നിയമമാണ് സമ്മതിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ഇസ്ലാം ക്ലിയർ ആവുള്ളൂ. ഇനി ഈ ചോദ്യം നമ്മളെ ഉള്ളിൽ ആഴത്തിൽ എന്ത് ചെയ്യണം? ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നുള്ളത് ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ കൊള്ളണം. എപ്പോഴൊക്കെ കൊള്ളണം? നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഏത് തെളിവിന്റെ കുറവ് കൊണ്ടാണ് നമ്മൾ ഇപ്പം ആ തെറ്റ് ചെയ്യുന്നത്? ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, ഏത് അനുഗ്രഹത്തിന്റെ കുറവ് കൊണ്ടാണ് ഞാനിപ്പം നമസ്കാരം കളാക്കുന്നത്? അള്ളാനെ ഏത് രീതിയിൽ പ്രൂവ് ആകാത്തത് കൊണ്ടാണ് എനിക്ക് ഖുർആൻ പഠിക്കാൻ മടിയുള്ളത്? എന്തുകൊണ്ടാണ് ഞാൻ കളവ് പറയുന്നത്? ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിയിൽ മുഴങ്ങണം. നമ്മളൊരു പരദൂഷണം പറയാൻ പോകുമ്പോൾ, നമ്മൾ ആൾക്കാരെ പറ്റിക്കാൻ പോകുമ്പോൾ, സാമ്പത്തിക ഇടപാടിൽ നമ്മൾ നീതി പാലിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, അള്ളാഹ് തന്ന ഏത് അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ്, എന്തിന്റെ കുറവ് കൊണ്ടാണ്, അള്ളാഹിനെ ഏത് രീതിയിൽ നമുക്ക് പ്രൂവ് ആകാത്തത് കൊണ്ടാണ്. ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നത് എന്ത് ചെയ്യണം? നമ്മൾ മുഴങ്ങണം. ഇനി ഈ ചോദ്യത്തിന്റെ അന്തരീക്ഷം എന്താണ്? ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന ചോദ്യത്തിന്റെ അന്തരീക്ഷം ദേഷ്യമല്ല, സ്നേഹമാണ്. അത് പ്രൂവ് ചെയ്യുന്നത് റബ്ബിക്കുമാ എന്താണ് അള്ളാഹു ചോദിക്കുന്നത്? നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ, അത് പിന്നെ ടച്ചിങ് ആയിരിക്കും, നമുക്ക് നമ്മൾ കണ്ണിന്ന് കണ്ണീര് വരേണ്ട ചോദ്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് അനുഗ്രഹത്തെ നിഷേധിക്കുന്നു എന്നല്ല വെക്കുന്നത്, നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്നത് സ്നേഹം കൊണ്ട് അള്ളാഹു ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് നമ്മളെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, മോനെ നീ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചീത്തയായി പോകുന്നത് എന്ന് ചോദിക്കുന്നതാണ് അത് പറയുന്നത്. ഇനി ഈ പ്രകൃതി ആയത്തുകളുടെ ഒന്നാമത്തെ പോയിന്റ് എന്താണ്?
ഒന്നാമത്തെ ലക്ഷ്യം ഹിദായത്താണ് ഞാൻ പറഞ്ഞു. ഈ ഹിദായത്താണ് എന്ന് പ്രൂവ് ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ് ഈ സൂറത്തിന്റെ സ്ട്രക്ചറാണ്. ഈ സൂറത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. ആദ്യം പറയുന്നത് അറിവാണ്, അറിവ്, ഖുർആൻ അറിവ്. രണ്ടാമത് പറയുന്നത് പ്രപഞ്ചത്തിലെ വ്യവസ്ഥയാണ്. മൂന്നാമത് പറയുന്നത് അല്ലാ തത്ത് ഔ ഫിൽ മീസാൻ, നിങ്ങൾ എന്ത് ചെയ്യരുത്, അളവിലും തൂക്കത്തിലും ഇതാക്കരുത്, ധാർമ്മിക നിയമങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് വിഭവങ്ങളെ കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ പറയുന്നൊക്കെ വിഭവങ്ങളാണ്, ഈത്തപ്പഴം, ഇതൊക്കെ. ഈ ഈത്തപ്പഴവും നമ്മളെ കയ്യിലുള്ള സമ്പത്തും നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഖുർആൻ, അല്ലമഹുൽ ബയാൻ, പിന്നെന്ത് പറയുന്നുണ്ട്, വ്യവസ്ഥ ക്ലിയർ ആക്കി, പിന്നെ നമുക്ക് ധാർമ്മിക നിയമങ്ങൾ പഠിപ്പിച്ചു, പിന്നെയാണ് വിഭവങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതും പഠിപ്പിക്കുന്നത് എന്താണ്, പ്രകൃതി ആയത്തുകൾ പറയുന്നതിന്റെ ഉദ്ദേശം ഹിദായത്താണ്. രണ്ടാമത് പ്രകൃതി നിയമങ്ങളുടെ പ്രകൃതി ആയത്തുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതെല്ലാം അള്ളാന്റെ നിയന്ത്രണത്തിലാണ് എന്ന പാഠം തരാണ്. നിങ്ങൾ ഖുർആൻ ഉടനീളം ഈ പ്രകൃതി ആയത്തുകളെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പർപ്പസ് അള്ളാന്റെ നിയന്ത്രണത്തിലാണ്. ഇത് പറയുന്ന ഒരു ആയത്താണ്. എല്ലാം ഞാൻ ഓരോരോ പോയിന്റ് പറഞ്ഞിട്ട് ഒരായത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സൂറ അൻആമിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അള്ളാന്റെ അടുത്താണ് എന്തുള്ളത്, ഗൈബുകളുടെ താക്കോൽ ഉള്ളത് അള്ളാന്റെ അടുത്താണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ എന്ത് ചെയ്യുന്നില്ല, അത് അറിയുന്നില്ല. വയഅലമു മാഫിൽ ബർരി വൽ ബഹർ, അവൻ എന്ത് ചെയ്യുന്നു, കടലിലും കരയിലും ഉള്ളത് അവൻ അറിയുന്നു. ഇനിയുള്ള പ്രയോഗമാണ് വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അവൻ അറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. അപ്പൊ ഇലയാണ് അവിടെ വിഷയം. അവൻ അറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. വലാ ഹബ്ബത്തിൻ ഫിൽ ദുലുമാത്തിൽ അർള് വലാ റത്ബിൻ വലാ യാബസിൻ, ഭൂമിയുടെ ഈ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഭൂമിയുടെ ഉൾഭാഗത്തൊരു ധാന്യമണിയോ പച്ചയോ ഉണങ്ങിയതുമായ ഏതെങ്കിലും വസ്തുവോ ഒന്നും തന്നെ അവന്റെ അറിവിലില്ലാതെ ഇല്ല. ഭൂമിയിലെ എവിടെയെങ്കിലും ഉള്ളൊരു ധാന്യമണി എന്തുണ്ട്, അള്ളാന്റെ അറിവിലുണ്ട്. അപ്പൊ രണ്ടാമത്തെ ലക്ഷ്യം അള്ളാന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ മുന്നിലുള്ള എല്ലാ വിഭവങ്ങളും പ്രപഞ്ചവും എന്ന് പഠിപ്പിക്കലാണ്. മൂന്നാമത് ഇതിന്റെ പർപ്പസ് എല്ലാം ആയത്തുകളാണ് എന്ന് പഠിപ്പിക്കാനാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഈത്തപ്പഴം കണ്ടാൽ അത് ആയത്താണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാനെ കാണിച്ചു തരുന്നതെല്ലാം ആയത്തുകളാണ്. ഒരു കുട്ടിന്റെ ചിരി എന്താണ്, ആയത്താണ്. അതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാം എന്താണ്, അതിന്റെ പർപ്പസ് ആയത്താണ്. നിങ്ങൾ ചന്ദ്രനെ നോക്കിയാൽ അത് ആയത്താണ്, അള്ളാനെ കാണിച്ചു തരും. ശരിക്കും നോക്കേണ്ട പോലെ നോക്കിയാൽ അള്ളാനെ കാണിച്ചു തരും. മഴ നോക്കിയാൽ അള്ളാനെ, എല്ലാം ആയത്തുകളാണ്. ഇത് പഠിപ്പിക്കുന്ന ആയത്താണ് സൂറ അൻആമിൽ 99-ാമത്തെ ആയത്തിൽ. ഈ ആയത്തുകളുടെ ഒരു സൗന്ദര്യമാണ് നമ്മൾ നോക്കേണ്ടത്. വഹുവല്ലദി അൻസല മിനസ്സമാഇ മാഅൻ, അള്ളാഹു എന്ത് ചെയ്യുന്നു, വെള്ളം ഇറക്കുന്നു. വഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ഷൈഇൻ, എന്ത് ചെയ്യുന്നു, എന്നിട്ട് ഭൂമിയിൽ നിന്നും എല്ലാതരം വിളകൾ എല്ലാതരം മുളപ്പിക്കുന്നു. ഫഅഖ്റജ്നാ മിൻഹു ഖളിറൻ നുഖ്രിജു മിൻഹു ഹബ്അൻ മുതറാകിബ, പിന്നെ നാം അവയിൽ നിന്ന് പച്ചപ്പുള്ള ചെടികൾ വളർത്തി അവയിൽ നിന്ന് ഇടതൂർന്ന ധാന്യ കതിരുകളും. വളരെ ഡീറ്റെയിൽഡ് ആണ്. പച്ചപ്പുള്ള ചെടികളും ഇടതൂർന്ന ധാന്യ കതിരുകളും. വമിനൻ നഖ്ലി മിൻ തൽഇഹാ ഖിൻവാനും ദാനിയ, ഈന്തപ്പനയുടെ കൂമ്പോളങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന കുലകൾ എന്ത് ചെയ്തു, അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്ന ഫീ ദാലികും ലആയാത്തിൽ ലിഖൗമി യുഅ്മിനൂൻ, ഇതൊക്കെ എന്താണ്, ആൾക്കാർക്ക് എന്നെ കണ്ടെത്താനുള്ള ആയത്തുകളാണ് എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ പർപ്പസ്. നാലാമത്തെ പർപ്പസ് ആഖിറത്തിനെ പ്രൂവ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ആഖിറത്ത് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ് അള്ളാഹു ഖുർആനിൽ പ്രകൃതിയുടെ ആയത്തുകൾ പറയുന്നത്. ഇത് പറയുന്ന ഒരു ആയത്ത് സൂറ ഹജ്ജിൽ 5-ാമത്തെ ആയത്താണ്. നിങ്ങൾ ഇന്ന് പോയിട്ട് നിർബന്ധമായിട്ടും നോക്കേണ്ട ആയത്താണ് ഹജ്ജിൽ 5. സുന്ദരമായ ആയത്താണ്. അള്ളാഹു ചോദിക്കുകയാണ് യാ അയ്യുഹന്നാസ്, മുസ്ലിങ്ങളോടല്ല, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, നിങ്ങൾക്ക് ആഖിറത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. എന്നിട്ട് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഉമ്മാന്റെ വയറ്റിൽ കുട്ടി ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ആക്കുന്നതിനെ നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയാണ് വതറൽ അർള ഹാമിദ, നിങ്ങൾ ഭൂമി വരണ്ട് ചത്ത് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വതറൽ അർള ഹാമിദ, നിങ്ങൾ നോക്കുമ്പോൾ ഭൂമി വരണ്ടിട്ടാണ് കിടക്കുന്നത്. ഫഇദാ അൻസൽനാ അലൈഹൽ മാ, അതിന്റെ മുകളിൽ ഒരിറ്റു വെള്ളം, മഴയുടെ ഒരിറ്റു വെള്ളം വീണാൽ ഇഹ്തസ്സത്, അതെന്ത് ചെയ്യും, ഒന്ന് തുടിക്കും. എത്ര ഡീറ്റെയിൽ ആണെന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് തുടിക്കും. വറബത്, അത് വികസിക്കും. അമ്പത്തത്, എന്നിട്ട് അമ്പത്തത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, എന്നിട്ട് കൗതുകം ഉണർത്തുന്ന സകല ഇനം ചെടികളെയും എന്ത് ചെയ്യും,
വളർത്തും. അപ്പം വെള്ളം വീഴുമ്പം അതൊന്ന് തുടിക്കുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് പറയുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വികസിക്കും, അതൊന്ന് തുറന്നു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? സകല ഇനം സുന്ദരമായ ചെടികളും പുറത്തു വരും എന്നുള്ളത് എന്തിന്റെ തെളിവായിട്ടാണ് അള്ളാഹ് പറയുന്നത്? ആഖിറത്തുണ്ട് എന്നതിന്റെ തെളിവായിട്ടാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ വിഭവങ്ങളാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? പ്രകൃതിയുടെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ആയത്തുകളാണ്. എന്താണ്? ഇന്നമ മസലുൽ ഹയാത്തു ദുന്യ, ഈ ഭൂമിയുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു മഴ പെയ്യുന്നത് പോലെയാണ്. മഴ പെയ്യുമ്പോൾ കുറേ ധാന്യങ്ങളും കുറേ സാധനങ്ങളും വരും. മനുഷ്യൻ വിചാരിക്കും എന്ത് ഇത് തന്നെയാണ് എപ്പോഴും ഉള്ളത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ ഉണങ്ങിപ്പോവും. എന്നിട്ട് അള്ളാഹ് പറയാണെന്ത്? നിങ്ങൾക്ക് ആഖിറത്തിലാണ്, അപ്പൊ ഇതിലൊട്ടി നിൽക്കരുത് എന്ന് പറയാനാണ്. പിന്നെ അള്ളാഹു ഇതിന്റെ ഉദ്ദേശമായി പറയുന്നത് ശുക്ർ ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ്. എന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന നമ്മുടെ മുന്നിലുള്ള ഓരോ പ്രപഞ്ച വിഭവങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് ശുക്ർ ചെയ്യാനാണ്. സൂറ യാസീനിൽ നമുക്ക് അറിയാവുന്ന ആയത്തായിരിക്കും. നിങ്ങൾക്ക് ആയത്ത് എന്ന് പറയുന്നത് ഭൂമി വരണ്ടു കിടക്കുന്നു, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ധാന്യങ്ങൾ വിളയിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് തിന്നുന്നു. എന്നിട്ട് അള്ളാഹു അതിങ്ങനെ പറഞ്ഞിട്ട് മിൻ സമരിഹി വമാ അമിൽതു ഐദീഹിം അഫലാ യഷ്കുറൂൻ എന്നാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. എന്താണ്? അഫലാ യഷ്കുറൂൻ, നിങ്ങൾ എന്തുകൊണ്ട് ശുക്ർ ചെയ്യുന്നില്ല എന്ന് പറയാനാണ്. ഇനി പിന്നെ ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്ന് പറഞ്ഞാല് ഈ പ്രകൃതി വിഭവങ്ങൾ പറയുന്നത് എന്തിനാണ് എന്നതിൻ്റെ ഒരു ലക്ഷ്യം ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളതും ഉള്ളതധികം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതുമാണ് എന്നതും കൂടി ഇതിൻ്റെ കൂടെ. ഇതിനെ വെച്ചുകൊണ്ടാണ് തോട്ടത്തെയും പിന്നെ എന്താണ് ചെടികളെയും പറഞ്ഞുകൊണ്ടാണ് ഇതല്ലാഹ് പഠിപ്പിക്കുന്നത്. ഈ ആയത്തുകൾ നിങ്ങൾ നോക്കുക. ഇത് നിങ്ങൾ ഇന്ന് പോയിട്ട് നിർബന്ധമായും വായിക്കേണ്ട സുന്ദരമായ ആയത്താണ്. സൂറ അൻആമിൽ 141 ആയത്തിൽ വഹുവല്ലദീ അൻശഅ ജന്നാത്തിൻ മഅറൂഷാത്തിൻ വഗൈറ മഗ്റൂഷാത്ത്. അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു ആണ് പടർന്നു പിടിക്കുന്നതും അല്ലാത്തതുമായ ഉദ്യാനങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയത്. നമ്മൾ കാണുന്നില്ലേ ഈ പിന്നെ പടർന്നു പിടിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഉദ്യാനങ്ങൾ ആരാ ഉണ്ടാക്കിയത്? അള്ളാഹുവാണ്. വന്നഖ്ല വസ്സർഅ മുഖ്തലിഫൻ ഉക്ലഹു, പല ഇനം ഈത്തപ്പനകളും കായ്ക്കനകളുമുള്ള കൃഷികൾ. മുഖ്തലിഫൻ, പല രീതിയിലുള്ള. വസ്സൈത്തൂന വറുമ്മാൻ, സൈത്തൂൻ എന്താണ്? ഒലീവും റുമ്മാനും. മുത്തശാബിഹൻ വഗൈറ മുത്തശാബിഹൻ, ഒരേപോലെ ഉള്ളതും ചിലപ്പോൾ കുറച്ച് വ്യത്യാസമുള്ളതും. എന്നിട്ട് പറയാണ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്. അപ്പൊ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു തോട്ടത്തിലിരുത്തി തോട്ടമൊക്കെ കാണിച്ചാൽ അതിന്റെ പഠിച്ചവൻ അടുത്തുണ്ട്. അള്ളാഹ് നമ്മളെയൊക്കെ കൊണ്ടുവന്നിട്ട് തോട്ടം ഇത് കാണുന്നില്ലേ നിങ്ങൾ, റുമ്മാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മളവിടെ ഇരുത്തിയിട്ട് പറയാണ് കുലൂ മിൻ സമരിഹി, ഇതിങ്ങനെ കായ്ച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കഴിച്ചോ, നിങ്ങളൊരു കൈക്കൽ കഴിച്ചോ. എന്നിട്ട് എന്താണ്? ഇത് അസ്മറ ആത്തു ഹക്കഹു യൗമ ഹസാദി. പക്ഷെ എന്ത് ചെയ്യണം? ഹക്ക് എന്ത് ചെയ്യണം? ഇല്ലാത്തവന് കൊടുക്കണം. അതാണ് സക്കാത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് പരിചയപ്പെടുത്തുന്നതിന്റെ സ്റ്റൈല് നോക്കുക. അതിന്റെ എത്ര സുന്ദരമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഡ്രൈ ലെക്ചർ അല്ല അള്ളാഹു ചെയ്യുന്നത്. ഒരു തോട്ടത്തിന്റെ നടുക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹ് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വിഹിതം കഴിച്ചോളാം. പക്ഷെ എന്ത് ചെയ്യണം? ആത്തു ഹക്കഹു യൗമ ഹസാദിഹി, അതെന്ത് ചെയ്യണം? അത് വിളവെടുപ്പ് കാലത്ത് അതിന്റെ ബാധ്യത നീ എന്ത് ചെയ്യണം? കൊടുത്തു തീർക്കണം. എന്നിട്ടും തീരുന്നില്ല. വലാ തുസ്രിഫു, നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിര് കവിയരുത്. 3 പാഠങ്ങൾ എന്തിൻ്റെ എടുക്കുന്നത്? ഒരു തോട്ടത്തിന്റെ നടുവിൽ നിന്ന് പഠിപ്പിക്കുന്നവനാണെന്ന് അർ-റഹ്മാൻ എന്നുള്ളത്. അപ്പം ഇത്രയും സുന്ദരമായിട്ട് ആയത്തുകളും പാഠങ്ങളും പഠിപ്പിക്കുന്ന ഒരു ഖുർആനെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ എത്രത്തോളം പരിചയപ്പെടുത്താന്ന് പറഞ്ഞാൽ പ്രസംഗം മാത്രമല്ല പരിചയപ്പെടുത്തൽ, എല്ലാത്തരം ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് പരിചയപ്പെടുത്താൻ കഴിയണം. നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു കാരിക്കേച്ചർ ആയിരിക്കും. എന്ത് രീതിയിലും അത്രയും ചിത്രീകരണ സാധ്യതയുള്ള ആയത്തുകളാണ് ഖുർആൻ. നമ്മളതിനെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഈ ആയത്തുകൾ തരുന്ന ജീവിതപാഠം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മുസ്ലിങ്ങളുടെ ഒരു അടിസ്ഥാന ബാധ്യതയാണ് പുറത്തേക്ക് നോക്കുക എന്നുള്ളത്. മുസല്ലയിൽ ഇരിക്കുക എന്നത് മാത്രമല്ല, മുസല്ല കഴിഞ്ഞ് പുറത്തു പോയിട്ട് ഒരു പൂവിനെ നമ്മൾ നോക്കണം, ഒരു ഈത്തപ്പഴം നമ്മൾ നോക്കണം, മഴ നോക്കണം, ഭൂമി നോക്കണം, ആകാശം നോക്കണം. ഇത് നോക്കിയിട്ട് അതിൽ നമുക്ക് തരുന്ന കുറേ പാടുണ്ട്. പടച്ചോനെ അതിൽ കണ്ടെത്തണം. അതുപോലെ ശുക്ർ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ എന്താണ്? അതിൻ്റെ ഭാഗമാണ്. രണ്ടാമത്, നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ, നമുക്ക് ഇന്ന് തിന്നാൻ കിട്ടുന്ന വിഭവങ്ങൾ, നമ്മുടെ എല്ലാ വിഭവങ്ങളും ശുക്ർ ചെയ്യാനുള്ളതാണ്. 1. 2, അത് ഹക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മൾ ധാരാളം ഉപയോഗിച്ച് തിന്നു തീർക്കാന്നുള്ളതല്ല, ഹക്ക് കൊടുത്ത് തീർക്കാനുള്ളതാണ് എന്നതും കൂടി എന്ത് ചെയ്യുന്നത് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്.
പിന്നെ പ്രധാനപ്പെട്ട ഈ ആയത്തിന്റെ പാഠം വലഅഹ എന്നുള്ളതാണ്. ഈ പ്രപഞ്ചം എത്ര സുന്ദരമായിട്ടാണ് നമുക്ക് ജീവിക്കാൻ പാകത്തിൽ അള്ളാഹു ആക്കി തീർത്തത് എന്നത് തന്നെ അത്ഭുതമാണ്. നമുക്ക് പറയാൻ കഴിയുന്നത് ഓരോ കാഴ്ച കാണുമ്പോഴും സുബ്ഹാനല്ലാഹ് പറയാം, അൽഹംദുലില്ലാഹ് പറയാം, മാഷാ അല്ലാഹ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ അവൻ്റെ പ്രപഞ്ചത്തിലെ ആയത്തുകൾ കാണാനും അതിലൂടെ ആഴത്തിലുള്ള വിശ്വാസം ഉള്ളിൽ ഉറക്കാനുമുള്ള ഒരു തിരിച്ചറിവ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ തെറ്റുകൾ, തക്ദീബുകൾ, കളവാക്കലുകൾ, എത്രയൊക്കെ ആയത്തുകൾ കണ്ടിട്ടും നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു ഗസയിലെയും പിന്നെ ലോകത്തിലുടനീളം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു കനിവും കാരുണ്യവും സഹായവും ശക്തിയുമൊക്കെ അള്ളാഹു ധാരാളം നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.